ബഹുമാന്യരായ സഹോദരന്മാരെ, പ്രിയമുള്ളവരെ, അല്പസമയത്തേക്ക് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽ ഈ മൈക്കിൻ്റെ ശബ്ദപരിധിയിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുക. തിരുവെഴുത്ത് ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു. തിരുവെഴുത്തിൽ വാഗ്ദത്തമെന്നും വാഗ്ദാനമെന്നും പറയുന്നു. വാഗ്ദത്തം ചെയ്തവൻ നിവർത്തിക്കും. അപ്പോൾ ആ കാര്യം എപ്പോൾ വേണമെങ്കിലും ദൈവം ചെയ്തിരിക്കുന്ന വാഗ്ദത്തം ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും എന്നുള്ളത്. എന്നാൽ വാഗ്ദാനം അപ്രകാരമല്ല. വാഗ്ദാനം മറ്റൊരാളിനു വേണ്ടിയുള്ള ഭാവികമായ പ്രവൃത്തിയുടെ ഉറപ്പാണ് വാഗ്ദാനം. അപ്പോൾ ഭാവികമായ പ്രവൃത്തിയുടെ ഉറപ്പെന്ന് പറയുമ്പോൾ ഭാവി കാലത്തേക്ക് വേണ്ടിയുള്ളത് എന്നൊക്കെ നമുക്കതിൽ മനസ്സിലാക്കുവാൻ കഴിയും. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇതിനുദാഹരണമായി ബൈബിളിൽ പറയുന്നത് ഇപ്രകാരമാണ്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം പറയുന്നത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളിച്ചെയ്തു. അപ്പോൾ ദൈവം ഒരു മനുഷ്യനോട് കൂടെ എപ്പോഴും ഉണ്ട്. ദൈവം ആഗ്രഹിക്കുന്നത് മനുഷ്യൻ്റെ ഹൃദയത്തിൽ വസിക്കുവാൻ തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മളിൽ എപ്പോഴും ആയിരിക്കും എന്നുള്ളതാണ് ഇവിടെ ശിഷ്യന്മാരുടെ ചോദ്യത്തിന് യേശു അവർക്ക് നൽകിയ മറുപടി. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും എന്നാണ്. അപ്പോൾ അപ്രകാരം ഒരവസ്ഥയിൽ നാം ആയിരിക്കണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് വലിയ പ്രത്യാശ ഉണ്ടാകണമെങ്കിൽ തീർച്ചയായും നാം ദൈവത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യുമ്പോഴാണ് തീർച്ചയായും ദൈവം നമ്മളുടെ ഹൃദയത്തിൽ വസിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളോട് കൂടെ ഇരിക്കുന്നത്. അതിന് നമ്മൾ വിശുദ്ധരും ആയിരിക്കണം എന്ന് ബൈബിൾ പറയുന്നത്. അപ്പോൾ ദൈവം നമ്മളിൽ വസിക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ വിശുദ്ധരും കൂടി ആയിരിക്കണം. അശുദ്ധിയായ സ്ഥലത്ത് ദൈവം ഒരിക്കലും വസിക്കുകയില്ല. അങ്ങനെ മനുഷ്യൻ്റെ അശുദ്ധിയെ നീക്കി അവരെ വിശുദ്ധരാക്കി
താൻ അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ദേശത്ത് അവരെയും ചേർത്ത് കൊണ്ടുപോകുവാൻ വേണ്ടിയാണ് യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറിപ്പോയപ്പോൾ സംഭവിച്ചതും പറഞ്ഞതുമായ കാര്യങ്ങൾ ഞാൻ വീണ്ടും വരും എന്നുള്ളതാണ്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. അടുത്തതായി പറയുകയാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരും എന്ന്. അപ്പോൾ ഏതൊരു മനുഷ്യൻ വിശന്നിരിക്കുന്നുവോ അല്ലെങ്കിൽ വിശപ്പിനാൽ ഭാരപ്പെടുന്നുവോ, വിശപ്പ് അവരുടെ ജീവിതത്തിൽ അവരെ തളർത്തി കഴിയുന്നുവോ, അങ്ങനെയുള്ള ഓരോ മനുഷ്യരോടും കർത്താവ് പറയുകയാണ്, വിശക്കുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾക്ക് തൃപ്തി വരുമെന്ന്. യഥാർത്ഥമായും വിശപ്പില്ലാത്ത ഒരാളിനല്ല തൃപ്തി വരേണ്ടതും വരുന്നതും. വിശന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ആഹാരം ലഭിക്കുമ്പോൾ, അവരുടെ വിശപ്പ് മാറുമ്പോൾ അവർക്കാണ് തൃപ്തി യഥാർത്ഥമായും ഉണ്ടാകുന്നത്. അത് ദൈവത്തിൻ്റെ നിയമവും ദൈവത്തിൻ്റെ സ്നേഹവുമാണ്. അതാണ് ദൈവം പറഞ്ഞത്, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന്. അപ്പോൾ ദൈവം നമ്മളോട് കൂടെ വസിക്കുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ഒരിക്കലും നമുക്ക് വിശക്കുകയില്ല എന്നുള്ളതാണ്. അതിനാകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവർ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല എന്ന്. അതുപോലെ ദൈവം കൂടെയുള്ളപ്പോൾ ആർക്കും വിശന്നിരിക്കേണ്ട ഒരു കാര്യവുമില്ല. ഇപ്പോൾ കരയുന്നവരായ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾ ചിരിക്കും. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അനേകർ നമ്മുടെ സമൂഹത്തിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട്. അവരുടെ ആവശ്യങ്ങൾ എന്താണ്, എന്തിനു വേണ്ടിയാണ് അവർ കരയുന്നത് എന്ന് പലപ്പോഴും ആരും ചോദിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ കരയുന്ന കാര്യം നമ്മെ അറിയിക്കുമ്പോൾ അത് ചിലപ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ നേരിടുന്ന കാര്യമായിരിക്കും. ആയതിനാൽ പലപ്പോഴും കരയുന്നവരെ കണ്ട് മാറിപ്പോകുവാൻ നിർബന്ധിതരാകും. എന്നാൽ കർത്താവ് കൂടെയിരിക്കുമ്പോൾ കരയുന്നവരായ അവരോട് പറയുകയാണ്, നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, നിങ്ങൾ ചിരിക്കുമെന്ന്. അവരുടെ ജീവിതത്തിൽ സന്തോഷം ലഭിക്കുമ്പോൾ അവർ ചിരിക്കുന്നത് യഥാർത്ഥമായും അവരുടെ സന്തോഷത്തെ എത്ര കണ്ട് വലുതായി ഇരിക്കും എന്ന് നാം അറിഞ്ഞേണ്ടതുണ്ട്. സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ചിരി പോലെയല്ല ഇവിടെ കരഞ്ഞുകൊണ്ടിരുന്നവർ ചിരിക്കുന്നത്. അതിന് ബൈബിളിൽ ഒത്തിരി ഉദാഹരണങ്ങളും എഴുതിയിട്ടുണ്ട്. നയൽ പട്ടണത്തിലെ വിധവയുടെ മകൻ മരിച്ചുപോയിരുന്നു. ഒരു മകനേ ഉണ്ടായിരുന്നത്. എന്നാൽ ആ മകനെ യേശു ജീവനോടെ അവർക്ക് തിരിച്ചു നൽകിയപ്പോൾ അതുവരെയും ഏത് വിഷയത്തിന്മേലാണോ അവർ കരഞ്ഞിരുന്നത്, ആ വിഷയത്തിന്മേൽ അവർക്കൊരു വലിയ വിടുതൽ അവർക്ക് ലഭിച്ചിരിക്കുന്നു. വിടുതലെന്ന് പറയുവാൻ കഴിയുകയില്ല. അത്രയും വലിയ ഒരു സന്തോഷം ഈ ഭൂമിയിൽ ആർക്കും ലഭിക്കുകയില്ല. കാരണം ഏകമകൻ മരിച്ചുപോയതാണ്. അവനെ ജീവനോടെ ദൈവം മടക്കിക്കൊടുക്കുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷം. അപ്പോഴവരതുവരെയും കരയുകയായിരുന്നു. ഇപ്പോഴാണ് അവർ ചിരിക്കുവാൻ തുടങ്ങിയത്. ആയതിനാൽ പ്രിയമുള്ളവർ, കർത്താവ് നമ്മോട് കൂടെ എപ്പോഴും വസിക്കണമെങ്കിൽ മാനവരാശിയുടെ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവരിയിൽ ക്രൂശിക്കപ്പെട്ട യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കണം എന്ന് ബൈബിൾ ഓർമ്മപ്പെടുത്തുകയാണ്, പറയുകയാണ്. നിങ്ങളുടെ ഹൃദയങ്ങളും യേശുവിനായി സമർപ്പിക്കണമേ എന്ന അപേക്ഷയോട് കൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഇപ്പോഴിവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.